കഴിഞ്ഞ ആഴ്ച ഞാൻ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം പോണ വഴിക്ക് ഒരു JEE ആസ്പിറന്റിനെ മീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ എക്സാമിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ആൾ എന്നോട് എൻ്റെ ഒരു JEE ജേണി എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഞാൻ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ NIT ട്രിച്ചി എത്തിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനൊരു മറുപടി എന്നോണമാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. My name is Ajnas and I am a well-wisher in your IIT NIT dreams and welcome to IITricks. So നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, അതിനു വേണ്ടിയുള്ള ബേസിക് ആയിട്ട് ഒരാളുടെ ക്യാരക്ടേഴ്സിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. സോ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലോട്ട് വരാം, അതായത് ഒരു സ്ട്രാറ്റജി എങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് SWOT അനാലിസിസ്. അഥവാ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്ട്രെങ്ത് അറിഞ്ഞിരിക്കണം, വീക്ക്നെസ് അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ത്രെറ്റ് ഉണ്ട്, ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് നമ്മളെ തന്നെ നല്ലോണം അങ്ങോട്ട് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്ന വഴി എന്ത് ചെയ്യാം, നമ്മളുടെ കഴിവും കൂടെ തന്നെ കഴിവ് കേടും മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്ട്രാറ്റജി വേണം സെറ്റ് ചെയ്യാൻ. ഈ സംഭവം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പേഴ്സിൻ്റെ വീഡിയോസ് ഇരുന്ന് കാണുക. ആ ഇരുന്ന് കാണുന്നത് വഴി ടോപ്പേഴ്സ് ഏതൊക്കെ ബുക്കാണ് യൂസ് ചെയ്തത്, ഏത് ടെസ്റ്റ് സീരീസാണ് അവർ യൂസ് ചെയ്തത്, അവരെങ്ങനെയാണ് ആ ടെസ്റ്റ് സീരീസ് യൂസ് ചെയ്തത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ മനസ്സിലായ സംഭവം വെച്ചിട്ട് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസും സബ്ജക്റ്റ് വൈസും ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം നോക്കണം, എന്താണെന്നോ, അതായത് ഒരു റിവേഴ്സ് പ്ലാനിങ് ആണ് വേണ്ടത്. അതായത് ഇപ്പോൾ ജാനുവരി സെഷനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതുന്നതെങ്കിൽ ആ ജാനുവരിയിൽ നിന്ന് ഇങ്ങോട്ടൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഏപ്രിൽ സെഷനാണ് എഴുതുന്നതെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടൊരു റിവേഴ്സ് പ്ലാനിങ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ വേണം നിങ്ങളുടെ സ്ട്രാറ്റജി എന്ത് ചെയ്യാൻ, സെറ്റ് ചെയ്യാൻ. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുവഴി ട്രാക്കിങ്ങും പ്രോപ്പറായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കൂടാതെ രണ്ട് എലമെൻറ്റും കൂടെ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഉണ്ടായിരിക്കണം. ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്രിസ്പ് ബുക്ക് അഥവാ ഒരു ഇക്വേഷൻ ബുക്ക്. അതിൽ എന്തൊക്കെ വേണം, ഇക്വേഷൻസ് വേണം, ഫോർമുലാസ് വേണം, തിയറി പാർട്ട് വേണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് വേണം. ഇനി രണ്ടാമത്തെ ബേസിക് ആയിട്ടുള്ള എലമെൻ്റ് ആണ് നിങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഒരു ട്രാക്കിങ്ങും കൂടെ അതിൽ വേണം. അതായത് എന്നൊക്കെ നിങ്ങൾ ഇന്ന ടെസ്റ്റ് എടുക്കുന്നു, അങ്ങനത്തെ ഒരു ട്രാക്കിംഗ് മെക്കാനിസം കൂടെ നിങ്ങൾ ഫോം ചെയ്യുക. കൂടെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു റിവിഷൻ പ്ലാനും ഈ ടെസ്റ്റ് സീരീസിൻ്റെ അഥവാ നിങ്ങൾ എടുക്കുന്ന മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ഡേറ്റോട് അനുബന്ധിച്ചുകൊണ്ട് ഒരു റിവിഷൻ പ്ലാനിങ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്ട്രാറ്റജിൻ്റെ കൂടെ സെറ്റ് ചെയ്യണം. ഇനി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ്. അഥവാ നമ്മളൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്താൽ ആ സ്ട്രാറ്റജി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ അടുത്ത് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം. ഇതിന് ഞാനൊരു ചീറ്റ് കോഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അഥവാ SPCSMS. ഈ SPCSMSൽ S stands for seeking help, P stands for positive mind, C stands for consistency in test taking, S stands for simple living, M stands for mindfulness, and last S stands for stress handling in your preparation journey. ഇനി നമുക്ക് ഓരോ എലമെൻറ്റും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഈ സീക്കിംഗ് ഹെൽപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഹൈലി സ്ട്രെസ്ഡ് ആയിരിക്കും നമ്മളുടെ പ്രിപ്പറേഷൻ ഫേസിൽ. ആ സമയത്ത് ഒരു മടി നിങ്ങൾ കാണിക്കണ്ട എന്തിന്, സഹായം ചോദിക്കുന്നത്. അതിപ്പോൾ പേരൻസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സഹായം വേണ്ട സമയത്ത് അവരോട് ചോദിക്കുക. അത് ചിലപ്പോൾ അക്കാഡമിക് ആയിരിക്കാം, നോൺ അക്കാഡമിക് ആയിരിക്കാം, ഒരു മടി നിങ്ങൾ കാണിക്കണ്ട. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പോസിറ്റീവ് മൈൻഡ്. നിങ്ങൾ 3 Idiots പടം കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിലെന്താണ്, അതിലെ ഹീറോ എന്ത് പറയുന്നുണ്ട്, ഓൾ ഈസ് വെൽ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എന്ത് ചെയ്യുക, നമ്മളുടെ പ്രിപ്പറേഷനിലോട്ട് കൊണ്ടുവരിക. ഇനീഷ്യലി ഒക്കെ എന്തായിരിക്കും, ഇപ്പോൾ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇനീഷ്യലി മാർക്ക് ബിലോ ആവറേജ് ആയിരുന്നു. അത് ഗ്രാജ്വലി ആണ് ഞാൻ എന്ത് ചെയ്തത്, ഇമ്പ്രൂവ് ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇതേ സാഹചര്യം ചിലപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് പോസിറ്റീവായിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾ ഈസ് വെൽ എന്നുള്ള ആ ഒരു ആസ്പെക്റ്റ്, അല്ലെങ്കിൽ അതേപോലെ ഒരു പോസിറ്റീവ് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി മൂന്നാമത്തെ ബേസിക് ക്വാളിറ്റിയാണ് എന്ത്, കൺസിസ്റ്റൻസി ഇൻ ടെസ്റ്റ് ടേക്കിംഗ്. അഥവാ നിങ്ങൾ എന്താവണം, ടെസ്റ്റ് പ്രോപ്പറായിട്ട് ടൈമിന് തന്നെ എടുക്കണം. അഥവാ ഒരു ടെസ്റ്റ് സൺഡേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നത്തോട്ട് എന്ത് ചെയ്യരുത്, പ്രോക്കാസിനേറ്റ് ചെയ്യരുത്. അവിടെ എന്ത് കാണിക്കണം, നിങ്ങൾ കൺസിസ്റ്റൻസി. അതിപ്പോൾ നിങ്ങൾ പഠിച്ചാലും ഇല്ലെങ്കിലും. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്ക് ഒരു അസുഖമായിട്ട് ഞാനൊരു എക്സാം എടുക്കണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു +1 കാലഘട്ടത്തായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തത് എന്താണ്, പനിച്ചുകൊണ്ടാണ് ഞാനൊരു എക്സാം എഴുതിയത്. മാർക്ക് വളരെ കുറവായിരുന്നു, ബട്ട് സ്റ്റിൽ എന്താണ്, ആ ഒരു എക്സാം അറ്റ്മോസ്ഫിയറിൽ അങ്ങനത്തെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള മൊമെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കൂടി. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം,
ഇതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ടെസ്റ്റ് എടുക്കുക. അത് മാർക്ക് ഇനി കുറയാണെങ്കിൽ കുറഞ്ഞോട്ടെ, അത് ഇമ്പ്രൂവ് ചെയ്താൽ മതി. അതിൻ്റെ സൊല്യൂഷൻ പ്രോപ്പറായിട്ട് നോക്കി പഠിക്കുക. ഇനി നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് സിമ്പിൾ ലിവിങ്. സിമ്പിൾ ലിവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഡിസയേഴ്സ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം, അണ്ടർ യുവർ കൺട്രോൾ ആക്കണം. അതായത് എന്താണോ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ഫേസിന് സഹായിക്കുക ആ ഒരു രീതിയിലോട്ട് ഇതെല്ലാം മാറ്റണം. ഈവൻ നിങ്ങളുടെ സ്ലീപ്പിംഗ് സൈക്കിൾ ആയിക്കോട്ടെ, അതായത് രാത്രി മൊത്തം ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ കിടന്നുറങ്ങുന്ന ഒരു ശൈലി, അത് എന്തിന് നല്ലതല്ല, എക്സാമിന് നല്ലതല്ല. കാരണം നിങ്ങളുടെ എക്സാം നടക്കുക എപ്പോഴായിരിക്കും, ഡേ ടൈമിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സ്ലീപ്പിംഗ് സൈക്കിളും ബാക്കി ഫുഡ് ഹാബിറ്റ്സ് പിന്നെ ഈവൻ നിങ്ങളുടെ എല്ലാ ടൈപ്പുള്ള ഡിസയേഴ്സും എന്ത് ചെയ്യണം, നിങ്ങളുടെ കൺട്രോളിൽ തന്നെ കൊണ്ടുവരാൻ നോക്കുക. അടുത്ത ഫിഫ്ത്ത് ക്വാളിറ്റിയാണ് ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി, അഥവാ മൈൻഡ്ഫുൾനെസ്. നിങ്ങൾ ലിസൺ ചെയ്യുന്നതായിക്കോട്ടെ, സ്പീക്കിംഗ് ആയിക്കോട്ടെ, റീഡിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് മൈൻഡ്ഫുൾ ആയിട്ട്, അതായത് നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ മനസ്സും കൊണ്ടുവരണം. അങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ എഫേർട്ട് ഇട്ടുകൊണ്ട് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ക്വാളിറ്റി മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആറാമത്തെ അതും അവസാനത്തെയും ക്വാളിറ്റി നോക്കാം, അഥവാ സ്ട്രെസ് ഹാൻഡ്ലിങ്. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മാത്രമല്ല, ഈവൻ നിങ്ങൾ കോളേജിൽ എത്തിയാലും പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് സ്ട്രെസ് മാനേജിങ്. അപ്പോൾ ഇത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫേസിൽ പ്രോപ്പറായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഒറ്റ കൊട്ടേഷൻ നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് വൺ തിങ് അറ്റ് എ ടൈം, അഥവാ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരേ സമയത്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ ചെയ്യുന്നത് എന്താണോ അത് മാക്സിമം എഫോർട്ട് ഇട്ടുകൊണ്ട്, അഥവാ നിങ്ങളുടെ 100% ആ കാര്യത്തിൽ ഇടുക, എന്നിട്ട് അതിൽ കംപ്ലീറ്റ് ഫോക്കസ് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ജേണി എളുപ്പമാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വരിക, കെമിസ്ട്രിയിൽ ഓർഗാനിക് ഇന്ന ചാപ്റ്റർ എനിക്ക് ടഫാണല്ലോ. അങ്ങനത്തെ കാര്യങ്ങളും ചിന്തകളും എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. ഇത് പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞുകൊണ്ട് ഒരു എഫോർട്ട് ഇട്ടുക. ആ എഫോർട്ട് ഇടുന്ന വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വൺ തിങ് അറ്റ് എ ടൈം. അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, വൺ തിങ് അറ്റ് എ ടൈം. പിന്നെ ഏതൊരു ആസ്പിറൻറ്റിനെ പോലെ എൻ്റെ പ്രിപ്പറേഷനിലും എന്തുണ്ടായിരുന്നു, കുറേ മിസ്റ്റേക്സും ഫ്ലോസും ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വേറെ വീഡിയോസിലായിട്ട് നമ്മളതും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതും അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൂടുതൽ കണ്ടൻസിനായിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. സോ സൈനിങ് ഓഫ് ടിൽ നെക്സ്റ്റ് വീഡിയോ. ഓൾ ദ ബെസ്റ്റ്.